തിരുവല്ല MC റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. KSRTC ബസ്സുകൾക്കുൾപ്പെടെ സർവീസ് നടത്താൻ പ്രതിസന്ധിയാകുന്നു. ക്യാമ്പുകളിൽ വെള്ളം കയറുന്ന തിരുവല്ല MLA വർഗീസ് മാമൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരുവല്ല MC റോഡിൽ കുറ്റൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ ആ വെള്ളം കൂടെ നടന്നു വരുവായിരുന്നു. എവിടെ പോയതായിരുന്നു? തിരുവല്ലയ്ക്ക് പോവാ. എവിടുന്ന് വരുവാ? കുറ്റൂർ അപ്പുറത്തുനിന്ന് വരുവാ. വണ്ടി ഇവിടെ വെച്ചേക്കുക? വണ്ടി അപ്പുറത്ത് വെച്ചിരിക്കുക. വണ്ടി അപ്പുറത്ത് വെച്ച് രാത്രിയിലും തിരിച്ച് ഇതുപോലെ തന്നെ നടന്നാ പോകുന്നത്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിന്റെ എല്ലാ വർഷവും ഇത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി. എത്ര ദിവസം എടുക്കും ഇറങ്ങിപ്പോ ചേട്ടൻ? എല്ലാ വർഷവും ഇറങ്ങിപ്പോക്കെ ആണെങ്കിൽ 3-4 ദിവസം കൊണ്ട് ഇറങ്ങിപ്പോന്ന. ഇപ്പൊ എത്രയും ദിവസമായിട്ട് ഒരു കുറവും വരുന്നില്ല. വണ്ടിയൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഒരുപാട് കേടുപാടുകൾ പറ്റാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ പറ്റിപ്പോയൊരു വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഈ ലോറി ഇന്നലെ രാത്രി വന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വെള്ളം ഇപ്പൊ ഇവിടെ ഇതാണ്. രണ്ട് സൈഡിൽ നിന്ന് വണ്ടി പോകാൻ പാടായിരിക്കും. എന്തുപറ്റി വണ്ടി മുന്നോട്ട് പോകുന്നില്ല? അത് സെൻസർ ആയതുകൊണ്ടേ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഈ വണ്ടി പഴയ വണ്ടികൾ പോകും. ഈ സ്ത്രീ വണ്ടികളെല്ലാം പഴയ വണ്ടി കുഴപ്പമില്ല. പുതിയ ഈ സെൻസർ ആണ് മൊത്തം. വെള്ളം കയറി കഴിഞ്ഞാൽ പണിയാവും. നമ്മൾ നമ്മൾ മാത്രമേ കാണൂ, വേറെ ആരും കാണുന്നത്. ഓർഡർ കൊടുത്തിട്ടില്ല. വിളിച്ച് ചോദിച്ചിരുന്നോ? ചോദിച്ചു ഡിപ്പോ ചോദിച്ചും പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് പോകാൻ പറഞ്ഞു. നമുക്ക് ഇത് വെള്ളം കണ്ടപ്പോൾ പാനകത്തില്ല, സെൻസർ ആയത്. യാത്രയെ കാര്യമായി തന്നെ ഈ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇറങ്ങിയിട്ട് കിടക്കേണ്ടി വരുമോ? ഇറങ്ങിയിട്ട് വേറെ വണ്ടി കയറേണ്ടി വരും. ആണോ? ഭയങ്കര കഷ്ടമാണല്ലോ. വെള്ളക്കെട്ട് അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. വെള്ളം ഈ അപ്പർ കുട്ടനാട്ടിലേക്ക് ഭാഗത്തേക്ക് പോയാൽ മാത്രമേ ഇവിടുത്തെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയുള്ളൂ. ഒരു കാര്യം പറയാനുള്ളത്, ഇത് വർഷാവർഷങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടത് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണം. ഇത് 15 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡാണ്. ആ റോഡിന്റെ എല്ലാ വെള്ളപ്പൊക്കത്തിലും വരുന്നതുകൊണ്ട് അടിയന്തരമായും ഈ വെള്ളക്കെട്ട് മാറ്റാൻ നടപടി സ്വീകരിക്കണം. സ്റ്റേറ്റ് ഹൈവേ ഇപ്പം ഇത് കാരണം സ്റ്റേറ്റിലെ വാഹനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിലെ പൊടിയാടി ടു ANC റോഡ്, അത് നിർമ്മാണ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. പമ്പയാറിനോട് ചേർത്ത് മണിമലയാറിനോട് ചേർത്ത് പോകുന്ന ഭാഗമാണ്. അവിടെ അടിയന്തരമായി ആ റോഡ് കളത്തി ചെയ്തതാണ്. അന്നത് ചെയ്യാതിരുന്ന മൂലം ഉണ്ടായ അപകടമാണ്. എന്താണെങ്കിലും അടിയന്തരമായ ഈ വിവരം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തും. ഇത് നടപടി ഉണ്ടായേ പറ്റൂ. എന്തായാലും വേഗം വെള്ളം വലിഞ്ഞ് എല്ലാ യാത്രാ പ്രശ്നങ്ങൾ മാറട്ടെ.